എൻ്റെ ആത്മ സുഹൃത്ത് ശ്രീ കെ സുദർശനൻ്റെ ഹരിതജാലകം എന്ന ഈ പ്രഥമ കവിതാ സമാഹാരം പ്രകാശിപ്പിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ആകസ്മികമെങ്കിലും അത് ഏറ്റുവാങ്ങുക എന്ന ഒരാദരവ് കൂടി ലഭിച്ച ഈ സന്ദർഭത്തിൽ അത്യാഹ്ലാദകരമായ ഈ സായാഹ്നം അല്പനിമിഷം നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുക എന്നതിൽ കവിഞ്ഞ ഒരു സാഹസത്തിനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മാത്രമല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മലയാള സാഹിത്യത്തിലെ ആസ്വാദക ലക്ഷങ്ങളുടെ ഇടയിൽ ഒരു പുതിയ കവിയെ കൈപിടിച്ച് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിലെ ഒരു ചീള് പോലെ ഇന്ന് ഈ സദസ്സ്, തിരുവനന്തപുരത്ത് അപൂർവമായി ലഭിക്കുന്ന ഒരു സദസ്സ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ സന്നിഹിതമായിരിക്കുന്നത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇവിടെ പ്രകാശിതമായ ഒരു പുസ്തകത്തിലെ കവിതകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു സാഹിത്യ പ്രസംഗം അല്ലെങ്കിൽ ഈ പുസ്തകത്തെ ആസ്പദമാക്കി ഒരു പ്രസംഗം ചെയ്യുക എന്നത് അസാധ്യമാണ്. നിങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല എന്നെനിക്കറിയാം. രാഷ്ട്രീയത്തെ ഭാര്യയായും സാഹിത്യത്തെ കാമുകിയായും കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു 16 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്ക് കവിത എഴുതാത്തവരൊന്നും ഒരു രംഗത്തെയും സാഹിത്യകാരന്മാരാവുകയില്ല എന്നതാണ് ഒരു സാധാരണ വ്യാകരണം. അങ്ങനെ ചില കൈക്കുറ്റപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഞാനും. എന്നാൽ എൻ്റെ രംഗം അതല്ല. പക്ഷേ വല്ലപ്പോഴും ഒരിക്കൽ ഭാര്യ അറിയാതെ, ഭാര്യ ചിലപ്പോൾ അനുവദിച്ചാൽ ഒക്കെ രഹസ്യ സമാഗമം നടത്തി ആഹ്ലാദകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന രഹസ്യ കാമുകിയുമൊത്ത് കഴിയുമ്പോഴുള്ള അത്തരം നിമിഷങ്ങളിലൊന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ കവിത എന്താണ്, എങ്ങനെ ഇരിക്കണം കവിത എന്നൊരു ആശാരിയെ പോലെ എങ്ങനെയാണ് ഈ കവിത ഇരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ ഞാനൊരു ലളിതമായി മറുപടി പറയും, എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ പറയാൻ കഴിയില്ല. അതാണ് കവിതയെക്കുറിച്ച് നൽകാവുന്ന ഏറ്റവും നല്ല നിർവചനം എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞു, ഹരിതജാലകം. എന്തുകൊണ്ടാണെന്നറിയില്ല അങ്ങനെ ഒരു പേരിട്ടത്. അതിന് വലിയ അർത്ഥമുണ്ടല്ലോ. ഒരു പാളി മാത്രം തുറന്നതാണെങ്കിലും ഒരു ഹരിതജാലകം. അത് തന്നെ പച്ച നിറത്തിൽ അച്ചടിച്ചിരിക്കുന്നു. ഒരു പച്ച കിളിയാണിരിക്കുന്നത്. അത് പ്രസിദ്ധീകരിച്ചതാണെങ്കിൽ ഗ്രീൻ ബുക്സും. അത് തന്നയാളിനും പച്ച നിറത്തോട് അല്പം ആഭിമുഖ്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞാൻ ഇന്നൊരു പച്ചക്കാരനായിട്ടാണ് ഇവിടെ വന്നത്. ഈ പച്ചയ്ക്ക് ഐശ്വര്യം എന്നൊക്കെ വലിയ അർത്ഥമുണ്ട്. പച്ച എന്നൊക്കെ പറയുമ്പോൾ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച എന്നൊക്കെ പറയുമ്പോൾ ഊഷരമായ ഉഷ്ണ നിബിഡമായ ഭൂമിയിൽ ഒരു പച്ച എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. വേറൊരർത്ഥം കൂടിയുണ്ട്. പച്ചയായി പറയുക എന്ന് പറഞ്ഞാൽ സത്യം പറയുക എന്നുകൂടി. പച്ച നിറത്തിൽ പറയുകയല്ല, പച്ചയായ സത്യം എന്ന് പറഞ്ഞാൽ സത്യം പരമാർത്ഥം പറയുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. എങ്ങനെയോ ഒരു അറിയപ്പെടാത്ത നിയോഗം പോലെ എന്ന് ഞാൻ പറയും, ഒരു നിർവചിക്കാനാവാത്ത നിയോഗം പോലെ സുദർശനൻ ഒരു പേരിട്ടു, ഹരിതജാലകം. അങ്ങനെ വെറുതെ ഇട്ടതായിരിക്കണമെന്നില്ല. അദ്ദേഹം ഏത് പേരിട്ട് വിളിച്ചാലും റോസ് എന്ന് പറയാമെങ്കിലും ഒരു ഹരിതജാലകം എന്നിട്ടപ്പോൾ അദ്ദേഹം ജീവിതത്തിൻ്റെ ഈ പച്ച തഴപ്പുകൾ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകണം
എന്നാണ് എൻ്റെ വിചാരം. ഞാനൊരു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഒരു ആസ്വാദക പക്ഷത്തു നിന്നാണ് ആലോചിക്കുക. ഒരു നല്ല ആസ്വാദകൻ എന്ന നിലയിലാണ് ഞാനിത് ഏറ്റുവാങ്ങിയത്. ഒരു ആസ്വാദക പക്ഷത്ത് നിന്ന് ആലോചിച്ചാൽ എന്തിനാണ് ഈ മനുഷ്യൻ കവിത എഴുതുന്നത് എന്ന് ആയിരിക്കും ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുക. എന്തിനാ ഈ മനുഷ്യൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനിരിക്കെ എന്തിനാണ് ഈ കവിത എഴുതുന്നത് മനുഷ്യൻ? ഈ അക്ഷരങ്ങളെ കൊണ്ട് നിയതമായ താളത്തിൽ നൃത്തം ചവിട്ടിക്കുന്നതാണ് കവിത എന്ന് വേണമെങ്കിൽ പറയാം. വാക്കുകളെ കൊണ്ട് നിശ്ചിതമായ താളത്തിലുള്ള ഒരു നൃത്തമാണ്. ഇവിടെ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഛന്ദോബദ്ധമായ കവിതകൾ വിരളമാണെന്നാണ്. എന്നാൽ ഛന്ദസ്സില്ലാത്ത കവിതകൾ ഇല്ലെന്നു തന്നെ പറയാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഛന്ദോബദ്ധമല്ല എന്ന് സുദർശനൻ ആ മട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ള കവിതകൾ പോലും ഛന്ദോബദ്ധങ്ങളാണെന്ന് ഞാൻ അല്പം ശ്രമിച്ചൊന്ന് പാടിയാൽ നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ പാടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ഈ താളത്തിൽ ഈ വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്ന ഈ പണി എന്തിനാണ് മനുഷ്യൻ ചെയ്യുന്നത്? നമുക്ക് ആർക്കും കഴിയാത്ത അപൂർവ സിദ്ധിയുള്ള ചില ആളുകൾ, കവികൾ, അവരെ കവികളെന്ന് വിളിക്കുന്നത് തന്നെ ഇങ്ങനെ അപൂർവമായി അനന്യലബ്ധം എന്ന് നമ്മൾ പറയുന്ന ഒരു സിദ്ധിവിശേഷം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവർ ചെയ്യുന്നത് നമ്മുടെ ശബ്ദമില്ലാത്ത, നമ്മുടെ മനസ്സിൽ തന്നെ സുപ്തമായ ഉറങ്ങിക്കിടക്കുന്ന ആ വികാരങ്ങൾക്ക് അവർ ശബ്ദം കൊടുക്കുകയാണ്. അവർക്ക് സ്വന്തമായ ഒരു സ്വായത്തമായ ഒരു വികാരമില്ല. ആ സ്വായത്തമായ വികാരം എന്ന് പറയുന്നത് ഒരു സമഷ്ടിയുടെ വികാരമാണ്. ഒരു മിത്തായിരിക്കാം, ഒരു സങ്കല്പ കഥയായിരിക്കാം ആദി കവിയെക്കുറിച്ചുള്ളത്. ആദി കവിയെയും അദ്ദേഹത്തിൻ്റെ ആദി കാവ്യത്തെയും കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഇപ്പോൾ ഒരുപാട് ഭയപ്പെടണം എന്നെനിക്കറിയാം. അദ്ദേഹം രാമായണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. രാമായണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. രാത്രി ഇരുട്ട് മായണം എന്നാണ്. ഇപ്പോൾ അത് ഇരുട്ട് കൊണ്ടുവരണം എന്ന് പോലും വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ആ ആദികവി അദ്ദേഹം ഈ തമസ നദീ തീരത്ത് ചെന്ന് തപസ് ചെയ്ത് സന്ധ്യയ്ക്ക് മറ്റൊന്നും ആലോചിക്കാതെ അതുവരെ ഒരു കവിയായി കളയാമെന്നും വിശേഷാൽ പ്രതികളുടെ സീസണിൽ വികാരം നിർബന്ധപൂർവം വരുത്തി ഒരുപാട് കവിതകൾ എഴുതി ജീവിച്ചു കളയാമെന്നും തീരുമാനിച്ചിരുന്ന ഒരാളായിരുന്നില്ല ഈ വാത്മീകി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ഒരു മണ്ണിന്റെ മകൻ എന്ന് പറയുന്നത് പോലെ ഒരു കൂനയിൽ നിന്ന് അതിൻ്റെ ഊർജമേറ്റ് വളർന്നു വന്ന ഒരാളാണ്, രൂപം കൊണ്ട ഒരാളാണ്. നിങ്ങൾക്കറിയാം വാത്മീകിയുടെ കഥ. അദ്ദേഹം പോകുമ്പോൾ ഒരു ആൺപക്ഷി ഒരു പെൺപക്ഷി സല്ലപിച്ചിരിക്കുന്നു. ഈ നിത്യമായ വികാരമാണ് ലോകത്തിൽ. ആ വികാരമാണ് അടിസ്ഥാന വികാരം, കാമവും പ്രേമവും. ഒന്ന് വളരെ സംസ്കരിച്ചതും ഒന്ന് സംസ്കരിക്കാത്തതുമാണ് എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രേമ സല്ലാപത്തിൽ ഏർപ്പെട്ടിരുന്ന ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ ഈ വാൽമീകിയുടെ തന്നെ ഒരു പൂർവജന്മമായ വേടൻ. നോക്കണം, മനുഷ്യന്റെ ഒരു സങ്കല്പം പോകുന്നു. ഈ വാൽമീകിയുടെ പൂർവജന്മമായ തൻ്റെ അല്ലെങ്കിൽ ജന്മത്തിന്റെ ആദ്യാംശമായ ആദ്യഭാഗമായ വേടൻ, അയാളൊരു അമ്പെടുത്ത് എഴുതു. അതും സ്ഥായിയായ വികാരമാണ്, ഹനിക്കുക എന്നുള്ളത്. സൃഷ്ടി പോലെ തന്നെ സംഹാരവുമുണ്ട്. ഈശ്വര സങ്കല്പത്തിൽ പോലും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ സംഹരിച്ചപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. ആ ദുഃഖം തോന്നിയിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ ഉപയോഗിച്ച വാക്ക് ശരിയാണെങ്കിൽ അദ്ദേഹം ആദ്യം ഈ തൻ്റെ ശിഷ്യനായ ഭരദ്വാജൻ അല്ലേ, അദ്ദേഹത്തോട് പറഞ്ഞത് ഓർമ്മിച്ചു കൊള്ളണമെന്നാണ്. ആദ്യത്തെ സ്റ്റെനോ ആയിരുന്നു ഈ ഭരദ്വാജൻ എന്ന് പറയും. ഇത് ഓർമ്മിച്ചു കൊള്ളണം. അയാൾ പറഞ്ഞു എനിക്ക് ബൈ ഹാർട്ടാണ്. ആദ്യത്തെ ശ്ലോകം പറഞ്ഞു, മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമത് ശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാദേകമവധി കാമമോഹിതം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആദ്യം ഉപയോഗിച്ച വാക്ക് നിഷാദ മാ എന്നല്ല, മാ എന്നാണ്, അരുത് എന്നാണ് പറഞ്ഞത്. അതെന്താ പറഞ്ഞതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരുപാട് അരുതുകളിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഇവിടെ തുപ്പരുത് തുടങ്ങി, ഈ വഴി നടക്കരുത് തുടങ്ങി, ജാഥ നടത്തരുത് എന്ന് പറയുന്നതും പള്ളി പൊളിക്കരുത് എന്നൊക്കെ പറയുന്നതും ഒരുപാട് അരുതുകളിൽ ഈ ജീവിതത്തിൽ ഒരുപാട് അരുതുകളാണ്. ഏറ്റവും ലളിതമായ കാര്യം തൊട്ട് ക്യൂ ലംഘിക്കരുത് എന്ന് പറയുന്ന നിസ്സാരമായ കാര്യം തുടങ്ങി ഒരുപാട് അരുതുകൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദി കവി പറഞ്ഞത് മാ എന്ന് പറഞ്ഞ, അരുത് എന്നാ പറഞ്ഞത്. അല്ലാതെ
നിഷാദ എന്ന് വിളിച്ചില്ല, അഭിസംബോധന ചെയ്ത് പ്രിയപ്പെട്ട രാക്ഷസ എന്ന് വിളിച്ചല്ല അദ്ദേഹം നീ ഇത് ചെയ്തത് ഒരു അനാവശ്യമായി പോയി എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് അരുത് എന്ന് പറഞ്ഞു, അരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അരുത് എന്ന് പറഞ്ഞ് ആ ശ്ലോകം പറഞ്ഞ് ഇരിക്കെയാണ് ഈ സൃഷ്ടിയുടെ ആദി കവി എന്ന് വേണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കവിയാണ് ആര്? ഈ ബ്രഹ്മാവ് എന്ന് പറയുന്ന ബ്രഹ്മാവ്. ആദ്യത്തെ സൃഷ്ടിയുടെ മുഴുവൻ ഏറ്റവും ലോകത്തിലെ മഹാകവിയാണ് ഈ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, നിനക്കിപ്പോൾ ഒരു ആശയമായി, ആ ആശയം നീ ഒന്ന് വിപുലമാക്കണം. അതാണ്, എല്ലാ ആശയങ്ങളിൽ നിന്നാണ്. അല്ലെങ്കിൽ ഒരു അമർഷത്തിന്റെ വികാരമുണ്ടായി, അതല്ലേ നീ ഇത് ചെയ്തത് തെറ്റായിപ്പോയി, അതുകൊണ്ട് നിനക്ക് നല്ലത് വരില്ല എന്നല്ലേ ശപിച്ചത്. അപ്പോൾ ഇതൊരു വികാരമാണ്, ഇതൊരു വിചാരമാണ്. ആ വിചാരത്തെ അടിസ്ഥാനമാക്കി നീ ഒരു കാവ്യ സൃഷ്ടി നടത്തുമെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ ഒരു ആണിന്റെയും പെണ്ണിന്റെയും കഥ എഴുതുക, രാമന്റെയും സീതയുടെയും കഥ എഴുതുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ കഥയൊന്നും എഴുതാൻ ആലോചിച്ചില്ല. ദൈവത്തിനെ പ്രകീർത്തിക്കാൻ എന്തിനാണ് കവിത എഴുതുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഭജനയായിരിക്കും. ഈ ദൈവം എന്തൊരു മുഖസ്തുതിക്കാരനാണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്തുതിച്ചാൽ മതി. അദ്ദേഹം ആരുടെയെങ്കിലും നമ്മളെ ആരെങ്കിലും എന്നെ രാമചന്ദ്രൻ എന്ന് അല്ലാതെ ഞാൻ എൻ്റെ എതിരാളിയായ ഒരാളിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ ദേവരാജാരി എന്ന് എന്നെ വിളിക്കാറുണ്ടോ? ദേവരാജന്റെ ശത്രു എന്ന് നമ്മൾ വിളിക്കാറുണ്ടോ? എങ്കിലും നമ്മൾ ഈ ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് മുരാരി എന്നാണ്. വേറൊരുത്തന്റെ ശത്രു എന്ന് വിളിച്ചാൽ പോലും സന്തോഷം തോന്നുന്ന തരത്തിൽ മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ് ദൈവങ്ങൾ. അതിനുവേണ്ടി ഒരു കവിത എഴുതിയതല്ല. നേരെ മറിച്ച് ആണും പെണ്ണും സ്നേഹിച്ചിരുന്നപ്പോൾ അവരെ രാമനും സീതയുമാക്കി നീ കഥ എഴുതുക എന്ന് പറഞ്ഞപ്പോൾ വാൽമീകി ചോദിച്ചു, എനിക്കൊരു കഥാപാത്രം വേണമല്ലോ. ദൈവത്തെക്കുറിച്ച് എഴുതിയെങ്കിൽ കഥാപാത്രത്തെക്കുറിച്ച് അന്വേഷിക്കണ്ട. നേരെ മറിച്ച് വാൽമീകി ചോദിച്ചത് കോനസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ആരാണ് ഈ ലോകത്തിൽ ഇപ്പോൾ വീര്യവാനും പിന്നെ ഗുണവാനുമായിട്ടുള്ളത്? ആരപ്പോ ഇയാൾ പറഞ്ഞു, അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം രാമന്റെ പേര് പറഞ്ഞില്ല. റെഡിമെയ്ഡായി ഒരു ഗുണവാൻ കഷ്ട വീര്യവാനായി ഒരുത്തനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ മാനസപുത്രനായ ഭൃഗുവിൽ തുടങ്ങി ഇക്ഷ്വാകു വംശത്തിൽ വന്ന് ആ വംശ പരമ്പരയുടെ അവസാന കണ്ണിയായി നിൽക്കുന്ന ദശരഥ നന്ദനായ ശ്രീരാമന്റെ കഥ അങ്ങനെ എഴുതാം എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞതൊരു വികാരത്തിൽ നിന്ന്. ഒരു കവി ആദ്യ സൃഷ്ടിയിൽ പോലും ഒരു വിചാരം, ഒരു വികാരത്തിൽ നിന്ന് അതിനൊരു മൂർത്ത രൂപം, അമൂർത്തമായ ഒരു രൂപത്തെ ഒരു സമൂർത്തമായ രൂപം നൽകുന്നതിന് വേണ്ടി താളനിബദ്ധമായി നിങ്ങളുടെ വികാരത്തെ ആവിഷ്കരിച്ചപ്പോഴാണ്. അത് വാൽമീകി, സന്യാസിയായ വാൽമീകിക്ക് ഒരു രണ്ട് പ്രേമിച്ച ആണും പെണ്ണും അതിലൊന്ന് മരിച്ചുപോയാൽ അദ്ദേഹത്തിന് എന്താ ദുഃഖം? അദ്ദേഹം ഒരു മോഹഭംഗം എന്ന കാമുകനൊന്നുമായിരുന്നില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ഒരു ഏറ്റവും വലിയ വികാരമാണ്. അതുകൊണ്ടാണ് ഈ തമിഴിലെ കവിയായ കണ്ണദാസൻ പറഞ്ഞത്, പടൈപ്പതനാൽ എൻ പേർ ഇരൈവൻ, ഞാൻ സൃഷ്ടിക്കുന്നത് കൊണ്ട് കവിയായ എൻ്റെ പേർ ദൈവം എന്നാകുന്നു. അതാണ്, സൃഷ്ടിക്കുന്നവൻ ആണ് ദൈവമെങ്കിൽ കവിയായ ഞാൻ, സൃഷ്ടിക്കുന്ന ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു. ആ വികാരം ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ആ വികാരം ആവിഷ്കരിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല പടപ്പാട്ടുകൾ വേണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിൽ തന്നെ അദ്ദേഹം അത് പടപ്പാട്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ 24 കവിതകളും ഞാൻ വായിച്ചു നോക്കി. അതിനെക്കുറിച്ച് എനിക്ക് എഴുതാൻ ഞാൻ പിന്നീട് എഴുതും. ഇവിടെ നിന്ന് ഒരു ദീർഘ വിമർശനമോ പഠനമോ നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ സാധാരണ എഴുതുന്ന ആളല്ല, ഈ വിമർശനം എഴുതുന്ന ആളല്ല. എങ്കിലും ഈ കവിതകളെ കുറിച്ച് ഞാൻ ചിലപ്പോഴെല്ലാം കേരള മോദിയിൽ എഴുതാറുണ്ട്, ഗ്രന്ഥ വിമർശനം നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേരിട്ട് പറയുന്ന മട്ടിൽ എഴുതിയ കവിതകളെക്കാൾ എനിക്ക് രുചിച്ചത് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഗ്രന്ഥത്തിലെ 24 കവിതകളുടെയും തലക്കെട്ടുകൾ വായിച്ചു നോക്കിയാൽ, അതിൻ്റെ പേരുകൾ വായിച്ചു നോക്കിയാൽ അതെല്ലാം ഓരോ ഭാവത്തെ പ്രതിബിംബിക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. മഹാരന്മാരായ സൃഷ്ടികർത്താക്കൾ, സാഹിത്യകാരന്മാരും കവികളും ഒക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. ഭാവങ്ങളെയാണ് നിരന്തരമായി ഒരു കവി സൃഷ്ടിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളെ, എണ്ണമില്ലാത്ത ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച വ്യാസൻ, മഹാഭാരതത്തിൽ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. അത്രയും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച വ്യാസൻ, അദ്ദേഹം, വാൽമീകി, അവരെല്ലാം ചേർന്ന ഈ കഥാപാത്ര അനന്ത സഞ്ചയത്തിൽ, അനന്തമായ സമുച്ചയത്തിൽ 6 പേരോ 7 പേരോ ആണ് ചിരഞ്ജീവികളായി കണക്കാക്കപ്പെടുന്നത്. ഒന്ന് ഹനുമാൻ, പിന്നെ ഒന്ന് അശ്വത്ഥാമാവ്, ഒരിക്കലും അടങ്ങാത്ത പ്രതികാരം എല്ലാ കാലത്തുമുണ്ട്. മനുഷ്യനുണ്ടായ കാലം മുതൽ അടങ്ങാത്ത ഇരുട്ടിൽ പ്രയോഗിക്കാൻ കഴിയാത്ത, ജെന്റിൽമാൻലി അല്ലാത്ത യുദ്ധ മുറകൾക്ക് വിരുദ്ധമായി പ്രതികാരം ചെയ്ത്
സംഹാരതാണ്ഡവം നടത്തുന്ന അശ്വത്ഥാമാവ് ഒരു ചിരഞ്ജീവിയാണ്. പിന്നെ ആരെന്നറിയാമോ? ശ്രീരാമൻ ചിരഞ്ജീവിയല്ല. ശ്രീരാമൻ എന്ന കഥാപാത്രമോ ശ്രീകൃഷ്ണനോ ചിരഞ്ജീവിയല്ല. വിഭീഷണനാണ് വേറൊരു ചിരഞ്ജീവി. കാരണം അനന്തമായ കാലുമാറ്റത്തിന്റെ പ്രതീകമാണ് ഈ വിഭീഷണൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു കാലുമാറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തന്റെ ജ്യേഷ്ഠനോടുള്ള ധർമ്മം അനുഷ്ഠിക്കാതെ, ഇതെന്റെ അഭിപ്രായമല്ല, കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞ അഭിപ്രായമാണ്. അപ്പോൾ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം. കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞതാണ്. അധികാരം കിട്ടുമെന്ന് വന്നപ്പോൾ അതുവരെ വിഭീഷണന് പിന്നെ മാറണമെന്ന് തോന്നിയില്ല. തോന്നണം ഒരു ധർമ്മപ്രേരിതനായി സീതയെ അപഹരിച്ചു കൊണ്ടുവന്ന ജ്യേഷ്ഠന്റെ നടപടിയിൽ പിന്നെ പ്രതിഷേധം തോന്നിയാണെങ്കിൽ സീത 1 വർഷം താമസിച്ചതിനു ശേഷമാണ് ഇയാൾ രാവണന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് രാമന്റെ പാർട്ടിയിൽ ചേർന്നത്. 1 വർഷം സീത അവിടെ ഇരുന്നു. അപ്പോഴെങ്കിലും ഇയാൾ അവിടെ നിന്ന് പോയി വേറെ പാർട്ടി ഉണ്ടാക്കേണ്ടതല്ലായിരുന്നു. അത് ചെയ്തില്ല. നേരെ മറിച്ച് സർവ സൈന്യ സന്നാഹങ്ങളോടുകൂടി രാവണ രാജധാനിയുടെ പാർശ്വപ്രദേശത്ത് രാമൻ വന്ന് കഴിഞ്ഞപ്പോഴാണ്, യുദ്ധസന്നദ്ധനായി വന്നു കഴിഞ്ഞപ്പോഴാണ് രാവണൻ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ ധർമ്മം നുരപൊന്തുന്നു, അതുകൊണ്ട് ഞാൻ മറ്റേ കക്ഷിയുമായി ചേരുകയാണെന്ന്. എന്നിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ എല്ലാ കാലത്തും ഈ കാലുമാറ്റക്കാർക്ക് ഒരേ മനോഭാവമാണ്. കാരണം കിട്ടാനുള്ളത് നേരത്തെ വാങ്ങിക്കും. നിങ്ങൾക്കറിയാം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വിഭീഷണന്റെ പിന്നെ അഭിഷേകം, പിന്നെ രാജാവായിട്ടുള്ള അഭിഷേകം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞ് രാവണനെ കൊന്നതിന് ശേഷമല്ല. രാമായണം വായിച്ചിട്ടില്ലാത്തവർ ഒന്നുകൂടി വായിച്ചു നോക്കണം. അതായത് യുദ്ധത്തിന് മുമ്പ് തന്നെ രാവണന് രാജാവായി. കാരണം അത് കിട്ടിയില്ലെങ്കിൽ അയാൾ യുദ്ധം ചെയ്യില്ല. കിട്ടാനുള്ളത് നേരത്തെ കാലുമാറുന്നവന് കയ്യിൽ കൊടുക്കണമെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആ വിഭീഷണനാണ് പിന്നീട് ഒരു ചിരഞ്ജീവിയായി അറിയപ്പെടുന്നത്. മറ്റൊന്ന് മാർക്കണ്ഡേയനാണ്. അറിവിന്റെ ചിഹ്നമാണ്. അറിവ് പണ്ട് ഒരു പിന്നെ മണ്ഡൂകൻ എന്ന് പറയുന്ന ഒരു മഹർഷി, അദ്ദേഹം തപസ് ചെയ്തു മക്കളില്ലാത്തത് കൊണ്ട്. ഇന്ന് ക്ലിനിക്കുകളുണ്ട്. അന്ന് മഹർഷിമാർക്ക് അന്ന് മക്കളില്ലെങ്കിൽ തപസ് ചെയ്യാനേ വഴിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തപസ് ചെയ്തപ്പോൾ ശിവൻ വന്നു. വളരെ ബുദ്ധിപൂർവകമായി ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അല്പകാലം ജീവിച്ചിരിക്കുകയും അനൽപമായ അറിവുണ്ടാവുകയും അറിവ് ഉള്ള ഒരു മകൻ വേണോ, അതോ ദീർഘകാലം ജീവിച്ചിരിക്കും ഒരു വിവരവും ഉണ്ടാവില്ല, മഹാഫൂൾ, അങ്ങനെ ഒരു തിരുമണ്ടൻ മോൻ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ മണ്ഡൂകൻ പറഞ്ഞു, എനിക്ക് കുറച്ചു കാലം ജീവിച്ചിരുന്നാലും നല്ല പണ്ഡിതനായ ബുദ്ധിശാലിയായ ഒരു മകൻ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ജനിച്ചവനാണ് ഈ മണ്ഡൂകൻ എന്ന് പറയുന്ന ആൾ. അങ്ങനെ കിട്ടിയതാണ്. ആ മണ്ഡൂകൻ ഇപ്പോഴും നിത്യം 16 വയസ്സായി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. കാരണം നിത്യമായ അറിവിന്റെ അടയാളം, അനന്തമായ ആദിയും അന്തവുമില്ലാത്ത വിജ്ഞാനത്തിന്റെ അടയാളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നില്ല. കാരണം ഇതുപോലെ ചില ശാശ്വത ഭാവങ്ങളുണ്ട് മനുഷ്യന്. ദുഃഖം, വിരഹം, സ്നേഹം, പ്രേമം, കാമം എന്നൊക്കെ പറയുന്ന ആ ശാശ്വത ഭാവങ്ങളെ എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയുന്നുവോ, എത്ര ശക്തമായി നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നുവോ അത്രയും നിങ്ങൾ നല്ലൊരു കവിയാകും എന്നാണ് അർത്ഥം. അപ്പോൾ ഹരിശ്രീ കുറിച്ച് തുടങ്ങുന്ന സുദർശനൻ, അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിച്ചതിന് ശേഷം സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് അനാവശ്യമാണ്. കാരണം അർഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വന്നു നിന്ന് ഞാൻ മഹാത്മാഗാന്ധി ഒരു മഹാപുരുഷനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് കൂടാതെ മഹാത്മാഗാന്ധി ഒരു മഹാപുരുഷനാണ്. അതുപോലെ ഒരു പ്രശംസ അനാവശ്യവും ആക്ഷേപം നിഷ്ഫലവും എന്നാണ് അഴീക്കോട് പറഞ്ഞിരിക്കുന്നത്. അത് നിഷ്ഫലമായ തരത്തിൽ തൻ്റെ ഈ ആദ്യത്തെ കവിതാ സമാഹാരം അദ്ദേഹം നന്നായി എഴുതിയിരിക്കുന്നു, നന്നായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു കവി എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ടാഗോറിൽ നിന്ന് കടം വാങ്ങി പറയും. അദ്ദേഹം പറയും, ഈ ഭാവപരമായി ഒരു റെഡിമെയ്ഡ് സാധനവും വേറൊരു കാവ്യ കമ്പോളത്തിൽ നിന്ന് വാങ്ങരുത്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഞാൻ പറഞ്ഞ റെഡിമെയ്ഡായി നിങ്ങൾ ഒരു കാവ്യ കമ്പോളത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒരു പിന്നെ ഭാവപരതയുടെ ലോകത്ത് ഒന്നും കടം കൊള്ളരുത്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഭാവപരതയുടെ ലോകമുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറയും, സ്വന്തമായി വിത്ത് വേണം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ ഈ കാവ്യ കൃഷിയിൽ, നിങ്ങൾ ഈ സാഹിത്യ കൃഷിയിൽ ഉപയോഗിക്കാൻ പോകുന്ന വിത്ത് അത് നിങ്ങളുടേതായിരിക്കണമെന്നർത്ഥം. നമ്മുടെ വിത്ത്, ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് തർക്കമുണ്ടല്ലോ. വിത്ത് തന്നെ വേറെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്, ഡങ്കൽ പറയുന്നത്. നമ്മുടെ വിത്തൊന്നും വേണ്ടെന്നാണ്. അത് സാഹിത്യത്തിലുമുണ്ട്. വിത്ത് ഈ വെളിയിൽ നിന്ന് വേണോ അകത്ത് നിന്ന് വേണോ എന്നുള്ളത്. നിങ്ങൾക്ക് സ്വന്തമായി വിത്തുണ്ടാവുക. ആ വിത്ത് പിന്നെ നിങ്ങൾ സ്വന്തമായി മണ്ണിളക്കി ഒരുക്കണം. അതാണ് നിങ്ങളുടെ രൂപം എന്ന് പറയുന്നത്.
നിങ്ങളുടെ കവിതയുടെ രൂപം എന്ന് പറയുന്നത് അതാണ്. അത്രയും മാത്രം പോരാ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്, ടാഗോർ പറയും, പരമ്പരസിദ്ധമായ ഭാഷയെ ജീവിത സ്പർശം കൊണ്ട്, ജീവിതത്തിന്റെ മാന്ത്രിക സ്പർശം കൊണ്ട്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ വെർബാറ്റിം അക്ഷരം പ്രതി ഉദ്ധരിക്കുകയാണ്. പരമ്പരയാ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഭാഷയെ ജീവിതാനുഭവങ്ങളുടെ മാന്ത്രിക സ്പർശം കൊണ്ട് സ്വയം ഒരു വാഹനമുണ്ടാക്കുക. അതാണ് നിങ്ങളുടെ രീതി. നിങ്ങൾ സ്വന്തമായി സ്വയം ഒരു വാഹനമുണ്ടാക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടേതായ രീതിയിൽ പറയുക. ഒരു ഓട്ടപ്രദക്ഷിണം പോലെ ഈ താളുകളിലൂടെ ഒരു ആസ്വാദകന്റെ തുറന്ന മനസ്സോടെ സഞ്ചരിച്ച എനിക്ക് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വരുന്ന പ്രതിബിംബങ്ങളുടെ അലമാരകൾ കാണാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കുന്ന അനർഹമായ അത്യുക്തിയിൽ നിറഞ്ഞ പ്രശംസയല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കണം. നേരെ മറിച്ചൊരു വാസ്തവ കഥനം മാത്രമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം നോക്കി. അതും പുതുമയാർന്ന ബിംബങ്ങൾ ഒരുപാടുണ്ട്. അഴീക്കോട് ഒരുപാട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വാക്കിന് അർത്ഥം നരയ്ക്കുന്നു എന്ന് അദ്ദേഹം എവിടെയോ എഴുതിയത് ഞാൻ ഓർമ്മിക്കുന്നു. വാക്കിന് അർത്ഥം നരയ്ക്കുന്നു. മഞ്ഞ് എൻ മനസ്സുപോലെ ഒരു സമസ്യയാണ്, മനസ്സുപോലെ മഞ്ഞൊരു സമസ്യയാണ് എന്നൊക്കെ പറയാൻ കഴിയുന്ന, പെട്ടെന്ന് ഓർമ്മ വന്ന, മറിച്ചു നോക്കിയപ്പോൾ ഓർമ്മ വന്ന ചില കാര്യങ്ങൾ, അത്രയും പറയാൻ കഴിയുന്ന ബിംബങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ അക്ഷയമായി ഇരിക്കുന്നു എന്നുള്ളതാണ് ആഹ്ലാദകരമായ ഒരു കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കൂടി അനുഗ്രഹിച്ചു കളയും. ആ തരത്തിൽ സുദർശനൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു നല്ല ദർശനമുള്ള ആളാണ്. ദർശനമെല്ലാം ഈ കവികൾക്ക് ആവശ്യമുള്ളതാ. ദർശനം എന്ന് പറയുമ്പോൾ നമ്മളെ വിരട്ടാൻ വേണ്ടി, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചിലർ പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞു കളയും. പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാലും ദർശനം എന്ന് പറഞ്ഞാലും നമുക്ക് പച്ച മലയാളത്തിൽ അറിയുന്ന കാഴ്ചപ്പാട് എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ജീവിതത്തെ എങ്ങനെ കാണുന്നു, ഈ ജീവിതത്തിന്റെ ദുരിതങ്ങളെ എങ്ങനെ കാണുന്നു, അതാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ കവിത, കഥ, സാഹിത്യം, ഏത് രൂപത്തിലുള്ള സാഹിത്യത്തിനും മൗലികമായി ഒന്നുണ്ട്. അത് കാണാത്തതാണ്, വാക്കുകളിൽ കാണാത്തതാണ്, പ്രത്യക്ഷമായ അർത്ഥത്തിൽ കാണാത്തതാണ്. അതാണ് ഒരു കവിയെ കവിയാക്കുന്നത്. അതാണ് ദർശനം എന്ന് പറയുന്നത്. വായിച്ചു കഴിഞ്ഞ് വരികൾക്കിടയിൽ നോക്കുമ്പോഴും എൻ്റെ ആസ്വാദന പക്ഷത്ത് നിന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ അന്തർജാലകം തുറന്ന് ഞാൻ എന്നെ തന്നെ കാണുമ്പോഴും പറയാത്തതെന്തോ, പാടാത്ത പാട്ട് പാടിയതിനേക്കാൾ മധുരമെന്ന് ടെനിസൺ പറഞ്ഞപ്പോഴുണ്ടായ ഒരനുഭൂതി. ടാഗോർ തന്നെ പറഞ്ഞതുപോലെ ഞാൻ പാടാൻ വേണ്ടി കരുതി വെച്ച പാട്ട് പാടിയില്ല. വീണയിലെ കമ്പികൾ മുറുക്കുകയും അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. താളം ശരിയാകുന്നില്ല, വാക്കുകൾ നിബദ്ധമായി യഥാസ്ഥാനങ്ങളിൽ വരുന്നില്ല. പക്ഷേ അഭിലാഷത്തിന്റെ വേദന മാത്രം അവശേഷിക്കുന്നു, ആഗ്രഹത്തിന്റെ വേദന മാത്രം അവശേഷിക്കുന്നു എന്ന് പറയുന്ന ആ പാടാത്ത പാട്ടുമാണ് വാസ്തവത്തിൽ വലിയ കവിത എന്ന് പറയുന്നത്, വലിയ സാഹിത്യം എന്ന് പറയുന്നത്, വലിയ ദർശനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ വാതിലെന്ന് പറയും. വാതിലെന്ന് പറഞ്ഞാൽ ഈ ഭിത്തിക്കിടയിൽ തടി കൊണ്ടുവച്ച് ഇതാണ്. പക്ഷേ വാതിലുണ്ടാക്കാൻ ഉപയോഗിച്ച ആ തടി ഒന്നും ഇല്ലാത്ത ശൂന്യമായ ഭാഗമാണ് പ്രയോജനം ചെയ്യുന്നത്. തടി വെച്ച് ഒരു വാതിലുണ്ടാക്കിയാൽ അതിൽ തടിയും ഈ മണ്ണും ഒന്നും ഇല്ലാത്ത ഭാഗമാണ് പ്രയോജനം ചെയ്യുന്നത്. അതാണ് അതിനെ വാതിലാക്കുന്നത്. ഒരു മൺകുടമുണ്ടാക്കിയാൽ മണ്ണ് കൊണ്ടൊരു ബാഹ്യ രൂപമുണ്ടാക്കുന്നേ ഉള്ളൂ. അതിലെ ശൂന്യതയാണ് അതിനെ കുടമാക്കുന്നത്. അതുപോലെ കവിതയിൽ, ഒരു സാഹിത്യ സൃഷ്ടിയിൽ അവന്റെ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ ബാഹ്യരൂപങ്ങളാണ്. ആ ബാഹ്യരൂപങ്ങൾ കൊണ്ട് ഒരു മൺകുടത്തിലെ ശൂന്യത പോലെ, ഒരു വാതിലിലെ ശൂന്യത എങ്ങനെ അതിന് പ്രയോജന അംശമായി മാറുന്നുവോ അതുപോലെ ഒരു കാവ്യം, ഒരു ദർശനം, അതാണ് ദർശനം. അതിൻ്റെ പ്രത്യാശ തരുന്ന മിന്നലാട്ടങ്ങൾ ഈ കവിതയിലുണ്ട് എന്ന് മാത്രം ഞാൻ ചുരുക്കി പറയുന്നു. അത് കൂടുതൽ പ്രശോഭിതമാകട്ടെ, കൂടുതൽ ജ്വാലകളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സുദർശനീയനുമാണ്. അദ്ദേഹത്തെ കണ്ടാലും നല്ല കാണാൻ കൊള്ളാവുന്ന ആളാണ്. നല്ല ദർശനമുള്ള ആളും സുദർശനീയനുമാണ്. അദ്ദേഹത്തിന് ഈ കാവ്യ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കൈക്ക്, മനസ്സിന്, സങ്കല്പത്തിന് കൂടുതൽ കരുത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച്, നിങ്ങളുടെ പേരിൽ ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.